നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി കരിനിഴലിൽ നിൽക്കുന്നത്. ഏതാണ്ട് എല്ലാ മാസവും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയിലേക്ക് അനാഥാലയങ്ങളിൽ നിന്ന്, ചാരിറ്റി സ്ഥാപനങ്ങളിൽ നിന്ന് വൻ തുക നിക്ഷേപമായും സഹായമായും എത്തിയെന്നതിൻ്റെ രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് 2021 തന്നെ നോട്ടീസ് അയച്ച വിശദീകരണം ചോദിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട വമ്പൻ വിവാദങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. എക്സോലോജിക്കൽ സൊല്യൂഷൻസ് എന്ന വീണ വിജയന്റെ കമ്പനി സാമ്പത്തിക നേട്ടം സ്വന്തമാക്കിയത് CMRL എന്ന കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് മാത്രമല്ല, ഏതാണ്ട് എല്ലാ മാസവും വീണ വിജയന്റെ കമ്പനിയിലേക്ക് ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ നിന്ന് പണമൊഴുകി എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തു വരുന്നത്. ബാങ്ക് രേഖകൾ പരിശോധിച്ച ആദായ നികുതി വകുപ്പ് 2021 തന്നെ വീണ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് നൽകിയെന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. അതായത് വീണ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലെ ദുരൂഹത അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസികൾ 2021 ആരംഭിച്ചിരുന്നു. 2021 ആരംഭിച്ച അന്വേഷണമാണ് ഇപ്പോഴും തുടരുന്നത്. പിന്നീട് ആ അന്വേഷണം ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് നടത്തി, പിന്നീട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തി, ഏറ്റവും ഒടുവിലായി ED എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തി. അങ്ങനെ പടിപടിയായി വീണ വിജയൻ്റെ കമ്പനിയെക്കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ നടത്തി വരികയാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത് മാത്യു കുഴൽനാടൻ MLA ആണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിലാണ് ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ നിന്ന് പോലും വീണ വിജയന്റെ കമ്പനി സംഭാവനകൾ സ്ഥിരമായി സ്വീകരിക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ധർമ്മസ്ഥാപനങ്ങളിൽ നിന്ന് വീണ വിജയൻ മാസപ്പടി കൈപ്പറ്റിയെന്നാണ് ആരോപണം. 2021 ഒക്ടോബറിൽ എക്സോലോജിക്കിന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ നോട്ടീസിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ആ വർഷം ഫെബ്രുവരിയിൽ നൽകിയ രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടിയിലാണ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ പണം വാങ്ങിയതിൽ വിശദീകരണം ചോദിക്കുന്നത്. 2021 തന്നെ എക്സോലോജിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണിത്. ഈ കത്തും ജനുവരി 29 എക്സോലോജിക്കിനോട് കേന്ദ്ര ഏജൻസികൾ വിശദീകരണം തേടിയത്. അടുത്ത മാസം 22 എക്സോലോജിക്കൽ സൊല്യൂഷൻസ് മറുപടി നൽകി. ഇത് തൃപ്തികരമല്ലെന്നും വിശദമായ ബാലൻസ് ഷീറ്റ് നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഒക്ടോബറിൽ എക്സോലോജിക്കിന് കേന്ദ്ര ഏജൻസികൾ വീണ്ടും കത്ത് നൽകിയത്. ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും വാങ്ങിയ വായ്പയുടെ വിശദാംശങ്ങളും ഈ കത്തിൻ്റെ അവസാന ഭാഗത്താണ് ഏതാണ്ട് എല്ലാ മാസവും ചാരിറ്റി സംഘടനകളിൽ നിന്ന് വീണ വിജയൻ്റെ കമ്പനി പണം കൈപ്പറ്റുന്നുവെന്ന പരാമർശമുള്ളത്. ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയതെന്നും ആദായ നികുതി വകുപ്പ് ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത് മനസ്സിലാക്കുന്നതെന്നും കേന്ദ്ര ഏജൻസി വ്യക്തമാക്കുന്നു. ഈ രേഖയാണ് മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഉയർത്തിക്കാണിച്ചത്. ഏതെല്ലാം ചാരിറ്റി സംഘടനകളിൽ നിന്നാണ് വീണ വിജയൻ്റെ കമ്പനിക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മാത്യു കുഴൽനാടൻ്റെ വാദങ്ങൾ ഇപ്രകാരമായിരുന്നു. CMRL നിന്ന് മാസപ്പടി വാങ്ങിയതിനെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ROC അയച്ചൊരു നോട്ടീസിൽ പറയുകയാണ്, ഹാജരാക്കിയ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് കമ്പനി ഏതാണ്ട് മാസം തോറും വിവിധ ജീവകാരുണ്യ സ്ഥാപനങ്ങളും സംഘടനകളിൽ നിന്ന് പണം കൈപ്പറ്റുന്നതായി വ്യക്തമായി. നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരും അനാഥാലയങ്ങൾക്ക് അങ്ങോട്ട് പണം നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ അനാഥാലയങ്ങളിൽ നിന്നും ജീവകാരുണ്യ സ്ഥാപനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് പണപ്പിരിവ് നടത്തുകയാണ് ചെയ്യുന്നത്. നേരത്തെ മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. കരിമണൽ വിവാദ നായകനായ ശശിധരൻ കർത്തയുടെ ഡയറിയിൽ കണ്ട PV എന്ന ചുരുക്കെഴുത്ത് തൻ്റെ പേരല്ലെന്നാണ് പിണറായി വിജയൻ പലതവണ ആവർത്തിച്ചത്. അങ്ങനെ പിണറായി വിജയൻ്റെ പേരല്ലെങ്കിൽ എന്തിനാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചതെന്ന് മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ചോദിച്ചു. മുഖ്യമന്ത്രിക്കും മകൾക്കും മാസപ്പടി കേസിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് പിണറായിക്കും മകൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. കേവലം 1,72,00,000 രൂപയുടെ സാമ്പത്തിക ഇടപാട് മാത്രമല്ല ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടന്നത്.
കരിമണൽ കടത്തുമായി ബന്ധപ്പെട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് 125 കോടി രൂപയുടെ ഹവാല കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കണ്ടെത്തൽ. ആ കള്ളപ്പണ ഇടപാടിനെ കുറിച്ചാണ് പ്രധാനമായും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. ആ കള്ളപ്പണ ഇടപാടിലുണ്ടായ സാമ്പത്തിക നേട്ടം വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾക്ക് ലഭിച്ചു എന്നാണ് മാത്യു കുഴൽനാടനടക്കം ഇപ്പോൾ ആരോപിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി മാത്യു കുഴൽനാടൻ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ സമീപിച്ചു. വിജിലൻസ് അന്വേഷിക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. പിന്നീട് തിരുവനന്തപുരത്ത് വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി, ഹർജി നൽകി. കോടതി അത് അംഗീകരിച്ചില്ല. ഒടുവിലാണ് ഹൈക്കോടതിയിൽ അദ്ദേഹം ഹർജി നൽകിയത്. ഹൈക്കോടതിയിൽ സമാന വിഷയത്തിൽ മറ്റൊരു ഹർജി ഉണ്ട്. ഈ 2 ഹർജിയും ജൂലൈ മാസം 2, 3 തീയതികളിൽ കോടതി പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും ഇപ്പോൾ ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ അന്വേഷണം നടന്നാൽ പിണറായിയും മകൾ വീണ വിജയനും അടക്കം ഈ കേസിൽ സത്യസന്ധമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും അടക്കം കൽത്തുറങ്കലിലാകുമെന്നാണ് മാത്യു കുഴൽനാടൻ്റെ നിലപാട്. എന്തായാലും കേരളത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് CMR എന്ന കരിമണൽ കമ്പനി അനധികൃതമായി നടത്തിയ കരിമണൽ ഖനനത്തിൻ്റെ മറവിൽ 125 കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ളത് അതിഗുരുതരമായ ആരോപണമാണ്. അതിന് ഗൗരവത്തോടു കൂടിയാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ കാണുന്നത്. അതിന് പിന്നിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടോ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പങ്കുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകുന്നത്.